الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കാലം മാറി മാറി വന്നപ്പോൾ ആളുകളുടെ ഇഷ്ടം ലഭിക്കാൻ എന്ത് വേഷവും ഇന്നണിയാൻ ഒരു മടിയുമില്ലാത്ത ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിമായാൽ പിന്നെ ജീവിക്കണമെങ്കിൽ എല്ലാവരുടെയും വിശ്വാസവും ആചാരങ്ങളും ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സാഹചര്യം ഇന്ന് വന്നിരിക്കുന്നു. അല്ല, മുസ്ലിം സമുദായം വരുത്തി വെച്ചിരിക്കുന്നു. എല്ലായിടത്തും ഞങ്ങളുടെ ഒരു പങ്ക് ഉണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഈ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളുടെയും അതിൽ മുസ്ലിം സമുദായം കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും ഒക്കെ നില വിലയിരുത്തുമ്പോൾ വല്ലാത്ത സഹതാപവും വിഷമവും ഒരു യഥാർത്ഥ മുസ്ലിമിന് അനുഭവപ്പെടും. യഥാർത്ഥത്തിൽ ഒരു സമൂഹം നമ്മെ ഉൾക്കൊള്ളണമെങ്കിൽ, നമ്മെ സ്നേഹിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് എന്താ? രണ്ട് തലങ്ങളാണ് ആ കാര്യങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊള്ളേണ്ടത്. അതിൽ ഒന്ന്, തന്റെ വിശ്വാസത്തിലുള്ള അടിയുറച്ച ബോധം. രണ്ട്, അതനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതക്രമവും സൽ സ്വഭാവവുമാണ്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രബോധനം ആരംഭിച്ചപ്പോ നാട്ടിലെ മുഴുവൻ അല്ല, മഹാഭൂരിപക്ഷം ആളുകൾ പ്രവാചകന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചു. ഞാൻ ഇത്രയും കാലം ഇവരുടെ ഇടയിൽ ജീവിച്ചിട്ടും ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞപ്പോൾ എന്തേ ഇവർ എനിക്ക് മുഖം നൽകാത്തത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരു വചനമിറക്കി, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. പ്രവാചകരെ, താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമ തന്നെയാകുന്നു. താങ്കൾ വിശിഷ്ടങ്ങളായ എല്ലാ സ്വഭാവങ്ങളുടെയും ഉടമസ്ഥനാകുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിന് നിയോഗിക്കപ്പെട്ടു എന്നും പ്രവാചകനിലൂടെ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ബുഇസ്തു, പ്രവാചകൻ പറയണം, എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എല്ലാ സൽ സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് എന്ന്. കാലം കടന്നുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് ലോകം അംഗീകരിക്കുന്നിടത്തേക്ക് എത്തി. അത് വിശ്വാസി സമൂഹമേ നമുക്കുള്ള ഒരു മാതൃകയാണ്. ആദർശത്തിന്റെ പവിത്രതയും പരിപാവനത്വവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അള്ളാഹു നമ്മുടെ ജീവിതം വിജയിപ്പിക്കും. ആ വ്യക്തി ഉൾക്കൊള്ളുന്ന സ്വഭാവങ്ങൾ കൂടി യഥാർത്ഥ രൂപത്തിലാണ് എങ്കിൽ അയാളുടെ നില മെച്ചപ്പെട്ടതാവുകയും നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുകയും ചെയ്യും. മറിച്ച് ഇഹലോകത്തിനു വേണ്ടിയാണ് നാം കാട്ടിക്കൂട്ടുന്നത് എങ്കിൽ ജീവിതത്തിൽ ഇഹവും പരവും നമുക്ക് നഷ്ടപ്പെടും. സ്വഭാവത്തെക്കുറിച്ചാണല്ലോ സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് താങ്കൾ സൗമ്യമായി പെരുമാറിയത് എന്നാണ്. വലൗ കുൻത ഫദ്ദൻ, താങ്കൾ ഒരു പരുഷ സ്വഭാവിയോ ഗലീലൽ ഖൽബ്, കഠിന ഹൃദയനോ ആയിരുന്നുവെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക്, ഈ ജനങ്ങളൊക്കെ താങ്കളുടെ ചുറ്റും നിന്ന് ഓടിപ്പോകുമായിരുന്നു. നോക്കൂ, നിങ്ങൾ വേറെ ഒന്നും കാട്ടിക്കൂട്ടിയിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഒരു മനുഷ്യ സമൂഹം, ഒരു വ്യക്തി, ഒരു സമുദായം നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി നൽകിയ അനുഗ്രഹത്തെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. താങ്കൾ സൗമ്യനായിരുന്നു, താങ്കൾ പരുഷ സ്വഭാവിയായിരുന്നില്ല, താങ്കൾ ഒരു കഠിന ഹൃദയനും ആയിരുന്നില്ല. ഈ 3 ദുർഗുണങ്ങൾ താങ്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഏതൊക്കെ? സൗമ്യമായി പെരുമാറാതിരിക്കുക, പരുഷമായി പെരുമാറുക, താങ്കൾ ഒരു കഠിന ഹൃദയനാവുക. ഈ 3 ദുസ്വഭാവങ്ങളാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ആരും കൂടെ ഉണ്ടാവില്ല. അപ്പൊ കൂടെ ഉണ്ടാവണമെങ്കിൽ ഈ 3 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അവിടെ തുടങ്ങും കുടുംബത്തിന് നമ്മോടുള്ള ഇഷ്ടം, കുടുംബാംഗങ്ങൾക്ക് നമ്മളോടുള്ള ബഹുമാനം, നമ്മുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഇവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക. നോക്കൂ നിങ്ങൾ, ഒരാൾ ഒരു നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയായാൽ അയാൾക്ക് ദുനിയാവിൽ സമാധാനം ലഭിക്കുകയും മാന്യത ലഭിക്കുകയും ചെയ്യും. നാളെ പരലോകത്ത് അവന്റെ തുലാസ് കനം തൂങ്ങും. മാമിൻ ഷൈഇൻ അസ്ഖലു ഫി മീസാനിൽ മുഅ്മിനി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസ് കനം തൂങ്ങുന്നത് മിൻ ഹുസ്നിൽ ഖുൽഖി, അവന്റെ സൽ സ്വഭാവങ്ങൾ കൊണ്ടാണ്, അവന്റെ ചുറ്റുപാടുമുള്ള ആളുകളോടുള്ള അവന്റെ സമീപനം കൊണ്ടാണ്. അതെങ്ങനെയാണോ ആളുകൾ അവനെ സ്വീകരിക്കുന്നത് അതനുസരിച്ച ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ് നാളെ പരലോകത്ത് അവന്റെ മീസാനിന്റെ കനം തൂങ്ങുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അൻ അക്സിറ മാ യുദ്ഖിലുൻ നാസ് അൽ ജന്ന, പ്രവാചകരെ അധികം ആളുകളും സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുക? കൂടുതൽ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, അത്തഖ്വല്ലാഹ്, അവന്റെ ജീവിതത്തിലെ സൂക്ഷ്മത,
ശ്രദ്ധയോട് കൂടിയുള്ള ജീവിതം, വഹുസ്നുൽ ഖുൽഖ്. പിന്നീട് റസൂലുള്ളാഹി പറഞ്ഞത് അവന്റെ നല്ലതായ പെരുമാറ്റം, സൽ സ്വഭാവമെന്ന്. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിർവചിച്ചിട്ടുണ്ട്: അക്മലുൽ മുഅ്മിനീന ഈമാന. ഒരു മുഅ്മിനിന്റെ ഈമാൻ പൂർത്തിയാവുക, അതൊരു സമ്പൂർണതയിലേക്ക് അവന് അനുഭവപ്പെടുക. അഹ്സനുഹും ഖുൽഖ, അവന്റെ സ്വഭാവങ്ങൾ ശരിയായ രൂപത്തിൽ ഏറ്റവും സൽ സ്വഭാവമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് അന്വേഷിച്ചത് ഭാര്യമാരോടായിരുന്നു, റസൂലുള്ളാഹിന്റെ ഭാര്യമാരോടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചപ്പോ, എന്റെ ഭർത്താവ്, നമ്മുടെ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണ് എന്ന്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ആദ്യം നമുക്ക് കിട്ടേണ്ടുന്ന ഈ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികൾ, ഇവിടുന്ന് തുടങ്ങും നമ്മുടെ സ്വർഗപ്രവേശനത്തിന്റെ ഓരോ സ്റ്റെപ്പുകളും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ മനസ്സുകൾ പിശാച് ചില ന്യായങ്ങൾ ഉണ്ടാക്കിത്തരും. എന്താണ്? ഞാൻ ഇങ്ങനെ, എനിക്ക് മാറ്റാൻ കഴിയില്ല, ഞാൻ മാറൂല. യഥാർത്ഥത്തിൽ താങ്കൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ മാറിയേ പറ്റൂ. മാറില്ലെന്ന് പറയുന്നത് തന്റെ ജീവിതത്തിലെ പഴയ ചരിത്രം ആവർത്തിക്കലാണ്, ആ ജാഹിലിയത്തിൽ തന്നെ ഉറച്ചു നിൽക്കലാണ്. നോക്കൂ നിങ്ങൾ, വളരെ വലിയ പരുക്കന്മാരായിരുന്നു അറബികൾ. അവർ മദ്യപാനികളായിരുന്നു, അവർ വ്യഭിചാരികളായിരുന്നു, അവർ പരസ്പരം കണ്ടാൽ തെറി വിളിക്കുന്നവരായിരുന്നു, അവർ അങ്ങാടിയിലെ കുഴപ്പക്കാരായിരുന്നു. അങ്ങനെ ആ നാട്ടിലെ എല്ലാ തെമ്മാടിത്തരത്തിന്റെയും കൂടെ സഞ്ചരിച്ചവരാണ് അറബികൾ. പക്ഷേ അവരെ റഹ്മാനായ റബ്ബിന്റെ വഹയ് അങ്ങ് കേട്ട് മനസ്സിലാക്കിയപ്പോ അവരങ്ങ് മാറി. മദ്യപാനം അവസാനിപ്പിച്ചു, വ്യഭിചാരം നിർത്തലാക്കി. തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അവർ കരഞ്ഞ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പലിശ ഇടപാടുകൾ സമ്പൂർണമായി ഉപേക്ഷിച്ചു, കള്ളക്കച്ചവടങ്ങൾ നിർത്തി, കുടുംബ ബന്ധങ്ങൾക്ക് മാന്യതയും സ്ത്രീകൾക്ക് പവിത്രതയും അവർ കൽപ്പിച്ചു. മക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കരുതലോടുകൂടി സംരക്ഷിക്കുവാനും തുടങ്ങി. ആരാ മാറ്റിയത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ. ആ ദീന് തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെയുള്ളത്. അതിന് അള്ളാഹു പഠിപ്പിച്ച ചില ചിട്ടകളുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം സഹോദരങ്ങളെ. അതിൽ ഒന്ന്, ഈ സമൂഹത്തിലുള്ള ആളുകളെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ അവരുടെ ബഹുമാനവും ഇഷ്ടവും നമുക്ക് ലഭിക്കുകയും ദീനിന്റെ ചര്യകൾ ചിട്ടയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുകയും ചെയ്യണമെങ്കിൽ അവരോടുള്ള സംസാരങ്ങൾ നന്നാക്കണം. നോക്കൂ നിങ്ങൾ, ജീവിതത്തിൽ മുഅ്മിനായ മനുഷ്യനെ വിളിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് അല്ലാഹ് പറയും, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ എല്ലാ പെരുമാറ്റം, എല്ലാ ഇടപാടുകൾ എല്ലാം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വഖൂലു ഖൗലൻ സദീദാ, ഏറ്റവും ശരിയായ വാക്ക് നിങ്ങൾ പറയുക, ഏറ്റവും ചൊവ്വായത് നല്ല വാക്ക്. അത് കേൾക്കുമ്പോൾ ഒരു ഗുണമുണ്ടാവണം, അത് കേൾക്കുന്ന മനുഷ്യനൊരു ഉപകാരമുണ്ടാകണം, പറയുന്ന നിനക്ക് ഇഹത്തിലും പരത്തിലും അതുകൊണ്ട് പ്രയോജനമുണ്ടാകണം. അതാണ് ഖൗലൻ സദീദ, ഏറ്റവും നല്ല വാക്ക്. എങ്കിൽ എന്താണ് ഉണ്ടാകുന്ന ഗുണങ്ങൾ? നിന്റെ നാവൊന്ന് പിഴച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, നന്നായാലുണ്ടാകുന്ന ഗുണങ്ങൾ. അല്ലാഹ് പറഞ്ഞു, യുസ്ലിഹു ലക്കും അഅമാലക്കും, നീ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരും എന്നാണ്. കർമ്മങ്ങൾ പിഴച്ചു പോകുന്നുണ്ടെങ്കിൽ, കർമ്മങ്ങളിൽ അബദ്ധം സംഭവിക്കുന്നുണ്ടെങ്കിൽ, കർമ്മങ്ങൾ ശരിയാം വിധം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നാവ് പിഴച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ ഒന്നാമതായി നമ്മൾ അറിയേണ്ടത്. റഹ്മാനായ റബ്ബ് പറഞ്ഞു, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നീ നിന്റെ നാവ് കൊണ്ട് നല്ലതേ സംസാരിക്കൂ എന്ന് തീരുമാനിച്ചാൽ കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുകയും ചെയ്യും. എന്നിട്ട് ഇത്താഅത്തിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത്, വമൻ യുതഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ,
നോക്കൂ നിങ്ങൾ, നാവൊന്ന് ശരിയാക്കാൻ തീരുമാനിക്കാന്ന് പറയുന്നത് ഇസ്ലാം ദീനം സ്വീകരിക്കുന്നതിന് തുല്യാണ്. ഫഖദ് ഫാസ ഫൗസൻ അളീമ, അവൻ ഏറ്റവും ഉത്തമമായ വിജയം നേടിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലാൻ നമ്മുടെ നാവിന് ത്രാണി നൽകിയ അള്ളാഹുവാണ് പറഞ്ഞത്, നീ നിന്റെ നാവ് നന്നാക്കണം, എങ്കിലേ നിനക്ക് ഗുണമുള്ളൂ, നിന്റെ അമല് സ്വീകരിക്കപ്പെടൂ, നിന്റെ പാപങ്ങൾ പുറത്ത് ലഭിക്കപ്പെടുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് നമുക്ക് ആ സംസാരത്തിൽ നന്നാക്കാൻ പറ്റാം? അതാദ്യം നമ്മൾ തീരുമാനിക്കേണ്ട വിഷയം എന്താ? എന്റെ സംസാരം എന്ന് പറയുന്നത് എന്റെ ഈമാനിന്റെ ഭാഗം, നാട്യർക്കുള്ള വർത്തമാനല്ല. ഞാൻ ഈ പറയുന്നത്, എന്റെ നാവ് എന്ന് പറയുന്നത് എന്റെ ഈമാൻ, എന്റെ വിശ്വാസം, എന്റെ പരലോക വിജയത്തിന്റെ നിധാനമാണ്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നോക്കൂ നിങ്ങൾ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഒന്നുണ്ടോ എങ്കിൽ ഫൽയഖുൽ, കൽപ്പനയാണ്, നീ പറയണം. എന്ത്? ഖൈറൻ, നന്മ മാത്രം, നല്ലതേ പറയാവൂ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ നീ നിശബ്ദനാകണം, നീ ഒന്നും സംസാരിക്കാൻ പാടില്ല, നീ സൈലന്റ് ആവണം. റഹ്മാനായ റബ്ബിന്റെ റസൂലാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ കൽപ്പനയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോ നാവിന് ഈമാൻ ഉണ്ടോ? എന്റെ നാവ് കൊണ്ട് എന്റെ ഈമാൻ അളക്കപ്പെടുന്നുണ്ടോ? എന്റെ നാവ് കൊണ്ടുള്ള വാക്കുകൾ കൊണ്ട് എന്റെ ഈമാൻ കുറഞ്ഞു പോകുന്നുണ്ടോ? എന്റെ നാവ് കൊണ്ട് ഞാൻ നരകം വാങ്ങുന്നുണ്ടോ? ഈ ചിന്തകളാണ് നമുക്കുണ്ടാവേണ്ടത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെക്കുറിച്ച് റസൂലുള്ളാഹിയുടെ പത്നിമാർ പറഞ്ഞിട്ടുണ്ട്, സഹാബത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ലാ യസ്റുദു സർദക്കും ഹാദാ, നിങ്ങളെപ്പോലെ പ്രവാചകൻ ഇങ്ങനെ തുരുതുരാ സംസാരിക്കുമായിരുന്നില്ല. ഒന്നാമത്തെ ഡിസിപ്ലിൻ, ഒന്നാമത്തെ അച്ചടക്കം. എന്തിനും വർത്തമാനം, ആവശ്യമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് യതകല്ലമു ബികലാമിൻ യുബയ്യിനുഹു ഫസ്ല, അത് കേൾക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തതയോടുകൂടി കേൾക്കാൻ പറ്റും. റസൂലുള്ളാഹി പറയുന്നത്, അതായത് ഒരാൾക്ക് സംശയം തോന്നുന്ന രീതിയിൽ ഒരു വർത്തമാനം റസൂലുള്ളാഹി പറയില്ല. എന്തേജി പറഞ്ഞു? ഇല്ല. രണ്ടാൾക്ക് മൂന്നാമനോട് വർത്തമാനം, അതൊന്നുമില്ല. ആ കേൾക്കുന്ന ആൾക്ക് വളരെ വ്യക്തമായി കേൾക്കും. മൂന്നാമത് പറഞ്ഞു യഹ്ഫദുഹു മൻ സമിഅഹു, അത് കേൾക്കുന്ന ഒരാൾക്ക് ഹിഫ്ളാക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര സ്ഫുടമായിരിക്കും പ്രവാചകന്റെ വർത്തമാനം. ഈ മര്യാദയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇന്ന് സംസാരത്തിനും തമാശകൾക്കും പൊട്ടിച്ചിരികൾക്കും വേദികളുണ്ടോ എന്ന് നോക്കി നടക്കുന്നിടത്താണ് മുസ്ലിം സമുദായമുള്ളത്. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഇസ്സത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധ്യമാവുക? അവിടെയാണ് മറ്റുള്ളവരുടെ കുപ്പായങ്ങളൊക്കെ നമുക്ക് അണിയേണ്ടി വരുന്നത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ സംസാരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചക സവിധത്തിലേക്ക് ഒരാൾ വന്നു. അയാൾ വന്ന ഉടനെ റസൂലുള്ളാഹിനോട് പറയാ, റസൂലെ, ഞാൻ നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് പറഞ്ഞു തരാം. റസൂലുള്ളാഹി തിരിച്ചു 3 ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊന്നാമത്തെ ചോദ്യം പറയുന്നത് സത്യമാണോ എന്നാണ്. ഉടനെ അയാൾ പറഞ്ഞു, വലിയ ഉറപ്പൊന്നുമില്ല. റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, പറയുന്നത് നല്ലതാണോ? അല്ല. മൂന്നാമത് റസൂലുള്ളാഹി ചോദിച്ചു, കേൾക്കുന്ന എനിക്ക് വല്ല ഉപകാരമുണ്ടോ? ഇല്ല റസൂലേ, പറയുന്നത് സത്യമാണെന്നറിയില്ല, നല്ലതല്ല, ഉപകാരമല്ല, പിന്നെ എന്തിന് നീ അത് പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ചോദ്യമാണ്. ഇത് നമ്മോട് തന്നെ നമ്മൾ ചോദിക്കണം. ഇങ്ങനെ ഒരു ശീലം നമുക്കുണ്ടായാൽ നമുക്കും സുരക്ഷിതനാകാൻ പറ്റും എന്നതാണ്. സഹോദരങ്ങളെ, ഇതിന്റെ ഒരു വല്ലാത്ത ഭീകരത എന്താണെന്നറിയോ? അല്ലെങ്കിൽ സംസാരം കൊണ്ട് നമ്മൾ വലിയ പാപികളായി മാറും, നാവ് കൊണ്ട് പാപികളായി മാറും. കഫാ ബിൽ മർഇ ഇസ്മ, ഒരു മനുഷ്യന് പാപിയാകാൻ പറ്റും, അവനായിത്തീരും. അവൻ കേട്ടതൊക്കെ അവൻ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ മതി, അവൻ പാപിയായി മാറും. പിന്നെ എത്ര ഇബാദത്ത് എടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. അതാണ് നമ്മളെ പ്രശ്നം. നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സമയം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ, എന്നിട്ട് അത് ആരോടെങ്കിലൊക്കെ തമാശ പറഞ്ഞ് ചായപ്പീടിയിൽ ഇരുന്നുള്ള സൊറ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്തു കൂട്ടി എല്ലാ അമലുമാണ് ബാത്തിലായി പോകും. നോക്കൂ നിങ്ങൾ, ഗീബത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന മശ്ഹൂറായ ഒരു ഹദീസുണ്ട്.
വളരെ പ്രസിദ്ധമാണ് ഹദീസ്. അത്തദ്റൂന മൽ ഗൈബ, റസൂലുള്ളാഹി ചോദിക്കാണ്, സഹാബത്തെ നിങ്ങൾക്ക് ഗൈബത്ത് എന്തെന്നറിയുമോ? ഉടനെ സഹാബത്ത് പറഞ്ഞു, ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലിനുമാണ് അറിയാം. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്, അന്റെ സുഹൃത്ത് അവൻ വെറുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് പറയലാണ്, അവനെ കുറിച്ച് ഇങ്ങനെ പറയലാണ്. അവന് പറയണതോ അത് ആൾക്കാർ അറിയണമെന്നൊന്നും ഇഷ്ടല്ല, അത് നീ എടുത്തു പറയല. ഉടനെ സഹാബത്ത് പറഞ്ഞു, അഫറഅയ്ത ഇൻ കാന അഖീ മാ അഖൂൽ, റസൂലേ ഞങ്ങൾ പറയുന്ന കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലോ, ഞങ്ങൾ ഉള്ളതാണ് പറയുന്നതെങ്കിലോ? ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബ, നീ അവനെ കുറിച്ച് അവന് ഉള്ളതാണ് പറഞ്ഞതെങ്കിൽ അവനെ കുറിച്ച് പരദൂഷണം പറഞ്ഞു, നിനക്ക് ശിക്ഷയുണ്ട്. വഇല്ലം യകുൻ ഫീഹി മാ തഖൂൽ, നീ പറയുന്നത് അവന് ഇല്ല എങ്കിൽ ഫഖദ് ബഹത്തഹു, നീ അവന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചു, അപ്പോഴും നിനക്ക് കുറ്റമുണ്ട്. നോക്കൂ, നിങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല, കോടതിയിലും പോലീസ് സ്റ്റേഷനും അല്ലാത്ത ഒരിടത്തും സാക്ഷി പറയാൻ പറ്റില്ല. അത് നമ്മുടെ നാവ് കൊണ്ടുണ്ടാകുന്ന വലിയ അപകടം. മാത്രല്ല സഹോദരങ്ങളെ, ഈ ദുനിയാവെന്നാണ് പോണിന്റെ മുമ്പ് തന്നെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അപമാനം യഹലോകത്ത് ദുനിയാവിൽ അല്ലാഹു അപമാനമായി നൽകും. നോക്കൂ നിങ്ങൾ, വമൻ യത്തബിഅ ഔറത അഖീഹി അൽ മുസ്ലിം, ഒരു മുസ്ലിമായ സഹോദരന്റെ രഹസ്യങ്ങൾ ഇങ്ങനെ പിൻപറ്റി അതിങ്ങനെ പറഞ്ഞു കിള്ളിക്കെറിഞ്ഞു ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, യത്തബിഉല്ലാഹു ഔറതഹു, നിന്റെ രഹസ്യങ്ങളും അല്ലാഹു അത് പുറത്ത് കൊണ്ടുവരും. എങ്ങനെയെന്നറിയോ? യുഫ്ലഉഹു വലൗ ഫീ ജൗഫി റഹ്ലിഹി, നീ നിന്റെ വസതിയിൽ നിന്റെ വീടിൽ വെച്ച് ചെയ്തതാണെങ്കിലും അത് വെച്ച് നിന്നെ അല്ലാഹു വഷളാക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് വല്ലാത്ത മൂർച്ചയുള്ള സാധനം. റസൂലുള്ളാഹി പറഞ്ഞു കേട്ടോ മരണാനന്തരമുള്ള ശിക്ഷയെ കുറിച്ച്. ഒരിക്കൽ റസൂലുള്ളാഹി ഒരു കാര്യം പറയാം, റസൂലുള്ളാഹിക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തൊരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി പറയാം. നോക്കൂ നിങ്ങൾ, ലമ്മാ ഉരിജ ബി മറർതു ബിഖൗമിൻ ലഹും അൾഫാറും മിൻ നുഹാസിൻ, റസൂലുള്ളാഹി പറയാം, ഞാൻ ഇങ്ങനെ ഒരു സമുദായത്തിന്റെ കൂടെ ഇങ്ങനെ അവരുടെ അടുത്തുകൂടെ ഇങ്ങനെ പോയി. അൾഫാറും മിൻ നുഹാസ്, അവർക്ക് ചെമ്പിന്റെ കൂർത്ത നഖങ്ങളാണ് അവർക്കുള്ളത്. യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും, അവർ അവരുടെ മുഖവും അതുപോലെ തന്നെ നെഞ്ചുകളും ഒക്കെ കീറിപ്പൊളിക്കാണ്. അത്ര കഠിനമായ ശിക്ഷയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നരകത്തിൽ. ഫഖുൽതു മൻ ഹൗലാഇ യാ ജിബ്രീൽ, കൂടെ ഉണ്ടായിരുന്ന ജിബ്രീലിനോട് റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് ഇത്ര കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? ഉടനെ ജിബ്രീൽ പറഞ്ഞു, ഹൗലാഇൽ ലദീൻ, അക്കൂട്ടരാരാന്നറിയോ? യഅകുലൂന ലുഹൂമൻ നാസ്, അവർ ജനങ്ങളുടെ പച്ചറച്ച് തിന്ന ആൾക്കാരാണ്. നമ്മൾ പറയില്ല എങ്ങനെ, മാം ഈ ദുനിയാവിൽ അങ്ങനെ പറഞ്ഞു നടന്ന ആൾക്കാരാണ്. വയഖഊന ഫീ അഅറാദിഹിം, മറ്റാളുകളുടെ അഭിമാനം ക്ഷതപ്പെടുത്തിയിരുന്ന ആളുകളാണ്. അല്ലെ, റീൽസിന്റെയും അതുപോലെ തന്നെ മറ്റിനൊക്കെ ലോകത്ത് ഇങ്ങനെ അഭിരമിച്ചു പോകല്ലേ നമ്മള്, അല്ലെ? ഒരാളെങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര ആനന്ദം, എന്നിട്ടിങ്ങനെ ആർത്താർത്ത് ചിരിക്കുക, അല്ലേ? സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ. അത് പിശാചുണ്ടാക്കി തരുന്ന ഒരു സൈസ് ആനന്ദം. അതിങ്ങനെ ഒരു തെരിപ്പായിട്ട് ഇങ്ങനെ തോന്നുക. അത് ആരുണ്ടാക്കി തരുന്നതാ? പിശാച. അത് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതൊരു സുഖമായി രസമായി തോന്നുന്നുണ്ടെങ്കിൽ പിശാചിന്റെ കൂടെ എന്ന് നമ്മൾ അറിയണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ നാവ് അടക്കി വെച്ച് നോക്ക്. മൻ റദ്ദ അൻ ഇർളി അഖീഹി, നീ തന്റെ സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിച്ചാൽ റദ്ദല്ലാഹു അൻ വജ്ഹിഹി അന്നാറു യൗമൽ ഖിയാമ, നിന്നെ നരകത്തിൽ നിന്ന് അല്ലാഹു കാത്ത് സംരക്ഷിക്കും. വെറുതെ ഇങ്ങനെ പറയാ, കേട്ടതൊക്കെ ഒരു ഉപകാരമില്ലാതെ. അല്ലാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയില്ലേ, ജയിക്കുക നമ്മളൊക്കെ ആഗ്രഹിക്കണം. നീ വിജയിച്ചുവോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട്. റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ് മൻ നജാത്ത്, റസൂലേ ഒരാൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിജയിച്ച ഒരാളാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അംസിക് അലൈക ലിസാനക, നീ നിന്റെ നാവിനെ അടക്കി വെക്കുക എന്നാണ്. നാവിനെ അടക്കി വെക്കുക, അപ്പണക്ക് വിജയിക്കാൻ പറ്റുന്ന.
4 സാക്ഷികളില്ലാതെ സഹോദരങ്ങളെ ഒന്നും സംസാരിക്കാൻ നമുക്ക് പറ്റൂല. ഒന്നാമത്തെ സാക്ഷി അല്ലാഹുവാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ടനാടിയേക്കാൾ ചേർന്ന് നിൽക്കുന്ന, അവന്റെ മനസ്സ് മന്ത്രിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന റഹ്മാനായ റബ്ബറിയാതെ ഒരു കാര്യം പറയാൻ നമുക്ക് പറ്റില്ല. ഒന്നാമത്തെ സാക്ഷി അല്ലാഹ്. അതുപോലെ തന്നെ രണ്ടാമത് മലക്കുകളുണ്ട്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്ന് ഏറ്റുവാങ്ങുന്ന 2 പേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭമുണ്ട്. നമ്മുടെ വാക്ക് ഏറ്റുവാങ്ങുന്ന സന്ദർഭം. മൂന്നാമത്തെ ഭൂമിയാണ്. നമ്മൾ എവിടെ വെച്ച് എന്ത് ചെയ്തു? യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി അതിന്റെ എല്ലാ വർത്തമാനങ്ങളും പറയും. 4 എന്താണെന്നറിയോ? ഈ പറഞ്ഞതും ചെയ്തതുമൊക്കെ നാളെ പരലോകത്ത് നാവിനാണ് പൂട്ടിവെക്കും അല്ലാഹ്. എന്നിട്ട് അവന്റെ അവയവങ്ങൾ സാക്ഷി പറയും. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിം. ഇന്ന് പറഞ്ഞ നാവുണ്ടല്ലോ, നാളെ അത് തുറക്കാൻ പറ്റൂല. വായകൾ അല്ലാഹു മുദ്രവെക്കും. വതുകല്ലിമുന ഐദീഹിം. അവരുടെ കൈകൾ അവർ ചെയ്തത് സംസാരിക്കും. വതശ്ഹദു അർജുലഹും. അവരുടെ കാലുകൾ സാക്ഷി പറയും. ബിമാ കാനു യക്സിബൂൻ. അവർ ചെയ്തു കൂട്ടിയതിനൊക്കെ. വിശ്വാസികളെ, ഈ 4 സാക്ഷികൾ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നാളെ പരലോകത്ത് ഇതൊക്കെ മായ്ക്കപ്പെടും എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഒരു ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പവിത്രമായ സ്വഭാവത്തിന്റെ, പവിത്രമായ ഒരു ആദർശത്തിന്റെ ഉടമകളായി നമ്മൾ മാറിയാൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അജയ്യരായി ജീവിക്കാൻ ഇഹത്തിലും പരത്തിലും നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാലം മാറി വന്നതിന്റെ ദുരന്തത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. കാലം മാറിയതിന്റെ, കാലം മാറ്റിയതിന്റെ മറ്റൊരു വശം ഇന്ന് കുടുംബങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ദൃഢത കുറയുകയും പരസ്പരം അകന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് കുടുംബങ്ങളിലുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടുപ്പത്തിന് അകൽച്ച വന്നിട്ടുണ്ട്. മക്കൾ, അവർ കണ്ണിന്റെ കുളിർമയായിരുന്നത് ഇന്ന് വീടകങ്ങളിലെ പ്രയാസങ്ങളായി മാറിയിട്ടുണ്ട്. സമൂഹത്തിന്റെ ചോദ്യ ചിഹ്നമായി മാറിയിട്ടുണ്ട്. സമൂഹം എന്നും വെറുപ്പോടെയും അറപ്പോടെയും കണ്ടിരുന്ന ലഹരിയും വ്യഭിചാരവും ഒക്കെ ഇന്ന് സാർവത്രികമായിട്ടുണ്ട്. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുക എന്നത് തന്നെ ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മെക്കുറിച്ച് നാം ഒന്ന് സ്വയം വിലയിരുത്തുമ്പോൾ, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എല്ലാവരും നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കും. പത്രങ്ങളിൽ ഓരോ വാർത്തകൾ വരുമ്പോൾ, അതിനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വായിക്കുമ്പോൾ എല്ലാവരും നെടുനിശ്വാസിട്ട് തല താഴ്ത്തിയിരിക്കും. എന്താ പരിഹാരം? ഇവിടെ പരിഹാരം ഉണ്ടാക്കേണ്ടവർ പരിഹാരം കണ്ടെത്തുന്നില്ല. നമ്മെ ഭരിക്കുന്നവരും നമുക്ക് നേതൃത്വം നൽകുന്നവരും ഇതിന് പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു പരിഹാരം മാത്രമാണുള്ളത്. മനുഷ്യൻ എന്ന ജീവിയുടെ ശരീരത്തിൽ അവനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ട്. അവനെ സ്വാധീനിക്കാൻ പറ്റുന്ന മനസ്സ്. ആ മനസ്സിനെ സ്വാധീനിക്കാൻ നമുക്ക് സാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യനും ഏറ്റവും സുന്ദരനായ ഒരു സൃഷ്ടിയായി മാറും. അതുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അല്ലാഹു ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്കുള്ള മാർഗദർശനം നൽകിയത്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്ന് നേർമാർഗം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ഫമൻ തബിഅ ഹുദായ,
ആരാണോ ആ നേർമാർഗത്തെ പിൻപറ്റുന്നത് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനുൻ, അവർക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരികയില്ല, വ്യസനിക്കേണ്ടി വരികയില്ല എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഖുർആനിലേക്ക്, പ്രവാചക അധ്യാപനങ്ങളിലേക്ക് സ്വയം മടങ്ങുകയും സമൂഹത്തെ മടക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതിന് ഏതൊരു അവസരം കിട്ടിയാലും സഹോദരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതിലൊരു അവസരമാണ് ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ച പള്ളിക്കുന്നിൽ വെച്ച് ഒരു ഫാമിലി കോൺഫറൻസ് ആണ് നമ്മുടെ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നത്. എല്ലാവരും പങ്കെടുക്കുക. ഈ ദീനുമായി ബന്ധപ്പെട്ട, കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമുക്ക് സവിസ്തരം ജനങ്ങളോട് സംസാരിക്കണം. നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന, നമ്മുടെ അയൽവാസികൾക്ക് ഉപകാരപ്പെടുന്ന, നമ്മുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന, മക്കളെ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു പോകുന്ന, ഇനി എങ്ങനെ ഞാൻ ജീവിക്കുമെന്ന് ചിന്തിക്കുന്ന ഓരോരുത്തർക്കുമുള്ള മറുപടി പറയാനാണ് യഥാർത്ഥത്തിൽ നാം ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും കുടുംബസമേതം പങ്കെടുക്കുക, നമ്മളതിന്റെ പ്രചാരകരാവുക. എന്തിന്? അള്ളാഹുവിന്റെ ഖുർആൻ ഒരാവർത്തിയെങ്കിലും ഒന്ന്, അതിലൊരു വചനമെങ്കിലും, പ്രവാചകന്റെ ഒരു അധ്യാപനമെങ്കിലും എന്റെ സുഹൃത്തൊന്ന് കേൾക്കണമെന്ന ആഗ്രഹത്തോടു കൂടി. സഹോദരങ്ങളെ, ഇതൊരു ബാധ്യതയാണ്. നമ്മുടെ നാവ് നിയന്ത്രിച്ച് നമ്മുടെ കുടുംബത്തെ ഏറ്റവും സുരക്ഷിതമാക്കി ഈ നാടിന് മാതൃകയായി ജീവിക്കുക എന്നുള്ളതാണ് ഇന്നിന്റെ ഏറ്റവും വലിയ ജിഹാദ് അഥവാ ധർമ്മസമരം. അതിന്റെ പോരാളികളായി മാറാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നാം ഒന്ന് കണ്ണടക്കുമ്പോ മലക്കുൽ മൗത്തിന്റെ സുന്ദരമായ മുഖം കണ്ട് ഞാനിതാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവനാണ് എന്ന സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാൻ സാധിക്കുക. അങ്ങനെ മന്നജാത്, ആരാണ് വിജയിച്ചവൻ എന്ന ചോദ്യത്തിന് ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ ആ മരണസമയത്ത് നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകലമാന തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് റഹ്മാനായ റബ്ബ് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വരും തലമുറക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.